നിത്യജീവന്റെ പ്രത്യാശ. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പല വാസസ്ഥലങ്ങളുമുണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഓരോ മനുഷ്യ ഹൃദയവും ഈ ജീവിതത്തിന് അപ്പുറം എന്തോ ഉണ്ടെന്ന് ആഗ്രഹം ഉള്ളവരാണ്. നമ്മൾ അറിയുന്നു, ഈ ലോകം എല്ലാമല്ല. ബൈബിൾ പറയുന്നു, നിത്യത്തിൻ്റെ ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾ എത്രയും ശക്തമായിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പല വാസസ്ഥലങ്ങളും ഉണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ശിലുവയിലേക്ക് മുമ്പുള്ള രാത്രി യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ വാക്കുകൾ പറഞ്ഞു. അവരുടെ ഹൃദയം കലങ്ങിയിരുന്നു. അവർ യേശുവിനെ നഷ്ടപ്പെടുമെന്ന ഭയത്തിലായിരുന്നു. ആ ഭയത്തിനിടയിൽ യേശു അവർക്ക് പ്രത്യാശ നൽകി. സ്വർഗം സത്യമാണ്. നമ്മുടെ പരീക്ഷണങ്ങൾ താൽക്കാലികമാണ്. അവൻ വീണ്ടും വരും. 1. സ്വർഗം വെറും ആശയം അല്ല, യഥാർത്ഥ വാഗ്ദാനം. യേശു സ്വർഗത്തെ സ്വപ്നമായോ ധാരണയായോ വിചാരിച്ചില്ല. അവൻ അതിനെ തൻ്റെ പിതാവിൻ്റെ വീടായി വിളിച്ചു. അവൻ ഉറപ്പോടെ പറഞ്ഞു, അവിടെ പല വാസസ്ഥലങ്ങളുമുണ്ട്. ഞാൻ നിങ്ങൾക്കായി ഒരുക്കുവാൻ പോകുന്നു. അതായത് സ്വർഗം തയ്യാറാക്കിയ ജനങ്ങൾക്ക് തയ്യാറാക്കിയ സ്ഥലം തന്നെയാണ്. അത് വെറും ആശ്വാസം നൽകാനുള്ള കാര്യമല്ല. അത് യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന യഥാർത്ഥ വാഗ്ദാനമാണ്. രോഗികളെ സൗഖ്യമാക്കി, കടലിന്മേൽ നടന്നു, കൊടുങ്കാറ്റ് ശാന്തമാക്കി, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയാണ് സ്വർഗം യഥാർത്ഥമാണെന്ന് ഉറപ്പു നൽകുന്നത്. അവൻ പറയുന്നു എങ്കിൽ അത് തീർച്ചയായും സത്യമാണ്. 2. പരീക്ഷണങ്ങൾ താൽക്കാലികം, പ്രത്യാശ നിത്യമാണ്. ഈ ലോകം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. രോഗം, ഹൃദയവേദന, സാമ്പത്തിക ബുദ്ധിമുട്ട്, ദുഃഖം, നിരാശകൾ. പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ ഒരിക്കലും മാറില്ലെന്ന് തോന്നും. പക്ഷേ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ ജീവിതം ആരംഭം മാത്രമാണ്, അവസാനമല്ല. നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടതകൾ നമ്മിൽ വെളിപ്പെടുവാൻ ഇരിക്കുന്ന മഹത്വത്തോട് താരതമ്യം ചെയ്യുവാൻ തക്കതല്ല. വെളിപ്പാട് 21:4 പറയുന്നു, ഇനി മരണമില്ല, വിലാപമില്ല, കരച്ചിലില്ല, വേദനയില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. കണ്ണീർ താൽക്കാലികമെങ്കിലും സന്തോഷം നിത്യമായിരിക്കും അവൻ്റെ സന്നിധിയിൽ. 3. യേശു തൻ്റെ ജനങ്ങൾക്ക് വീണ്ടും വരും. സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനം ഇനിയും മധുരം നിറഞ്ഞതാകുന്നത് ഇതുകൊണ്ടാണ്. യേശു വെറും സ്ഥലം ഒരുക്കുന്നില്ല, അവൻ നമ്മെ കൊണ്ടുപോകുവാൻ വീണ്ടും വരും. യോഹന്നാൻ 14:3 അവൻ